ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിക്കാറാട്ടോ വീട്ടിൽ പതിവ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ കോനാട്ടിൽ കയറി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തു. പച്ചക്കറിയൊക്കെ കുറച്ചേ എടുത്തുള്ളൂ, ബാക്കി പുറത്തുനിന്ന് വാങ്ങിച്ചു. അവിടുന്ന് നേരെ വിട്ടത് സപ്ലൈകോയിലേക്കാണ്. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം വാങ്ങിച്ചാൽ മുതലാവില്ലല്ലോ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞി ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. ദയവ് ചെയ്താലും ചീത്ത പറയല്ലേ. കള്ളു കുടിക്കുക എന്നതല്ല എൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല, പൊള്ളിയാണ്. പിന്നെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മുന്തിരിക്കള്ളായതുകൊണ്ട് ഒരല്പം കുടിച്ച് രുചിച്ചു നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. 2 ചപ്പാത്തി, 2 പൊറോട്ട, 1 പ്ലേറ്റ് ബീഫ് ഫ്രൈ, 1 പ്ലേറ്റ് കാട റോസ്റ്റ്, ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. കാട ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടി ആക്രാന്തം പിടിച്ചെടുത്തതാണ്. പക്ഷെ സത്യം പറയാലോ ഗൈസ്, കാട എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഗ്രേവി സൂപ്പറായിരുന്നു. ആ കാടയുടെ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് ഞാൻ ഗ്രേവി കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 പ്ലേറ്റ് കപ്പയും കൂടെ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തിട്ട് കഴിക്കാതെ പോകുന്നത് എൻ്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇച്ചായ നേരത്തെ പറഞ്ഞു ഇത് മുഴുവൻ തീർക്കാതെ നീ ഇവിടുന്ന് എഴുന്നേക്കരുതെന്ന്. അതുകൊണ്ട് എന്താ അവിടെ കിടന്ന ഒരു മൽപ്പിടുത്തം തന്നെയായിരുന്നു. എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ നന്നായിട്ട് ഒരു റീൽ എടുത്തേക്കാന്ന് വിചാരിച്ചാണ് ഇതുപോലെ കള്ള് ഗ്ലാസ്സിലേക്ക് കമത്തുന്നത്. എന്നിട്ടോ റീലായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലാക്കി പാവം അവസാനം ആ ഫുഡിന്റെ 3/4 ഭാഗവും പുള്ളിക്കാരൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വന്നു. മുന്തിരിക്കളി ടേസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ ഫിറ്റായോന്നൊരു സംശയം. ഈശ്വര, ഇനി എങ്ങനെ വീട്ടിൽ ചെന്ന് കയറും? എന്റെ ഭാവമാറ്റം കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു, ഇനി നിന്നെയും കൊണ്ട് ഈ വഴിക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ